ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് ആൻഡ് നൈസ്. ഇന്ന് നമുക്ക് തവ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും നമുക്ക് സൈഡ് ഡിഷായി ഉപയോഗിക്കാം, മീനൊക്കെ വറുത്ത് ഉപയോഗിക്കണ പോലെ. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ അരിച്ചപ്പാത്തിയാണ്. ഇതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. തവ ചിക്കൻ ഫ്രൈയും അരിച്ചപ്പാത്തി, പിന്നെ നല്ല എരിവുള്ള ചമ്മന്തി. അതിനു മുന്നേ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ചിക്കൻ തവ ഫ്രൈ ഉണ്ടാക്കാൻ പോണ്. നമ്മൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കണേ. ഇത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. വലിയ പീസാണെങ്കിൽ കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അല്ല, ചെറിയ പീസാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ ഇത് നല്ലവണ്ണം കഴുകിയിട്ട് നമ്മൾ അരിപ്പേര് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഒട്ടും പാടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഇടണമായിരിക്കും. അപ്പോൾ വെള്ളമൊക്കെ നല്ല വാർന്ന് ചിക്കൻ നമ്മളൊരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുളക് പൊടി ഇടാം. അത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല. ഇത് വേണം കിട്ടാൽ മതി, അല്ലെങ്കിൽ ഗരം മസാല ഇട്ടാൽ മതി. ഞാൻ ഇവിടെ ചിക്കൻ മസാല ഉണ്ട് ഇടാൻ പോകുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചതച്ചത്. ഇത് നല്ല ചതച്ചിട്ട് അത് മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കണം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം നന്നായി തേച്ച് തിരുമ്പിയിട്ട് അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കണം. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ നല്ല ചൂടായതിനു ശേഷം, എണ്ണ അധികമൊന്നും വേണ്ട കേട്ടോ, നമ്മൾ മീൻ വറക്കണ പോലുള്ള എണ്ണ മതി. നമ്മൾ എങ്ങനെയാണോ മീൻ ഫ്രൈ ചെയ്യണേ അതേപോലെ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പേരെന്നെ തവ ഫ്രൈ എന്നാണ്. അതായത് നമ്മൾ എണ്ണയിൽ കോരിയല്ല ചെയ്യണേ. മീൻ ഫ്രൈ ചെയ്യണ എങ്ങനെയാണോ അതേപോലെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ. നമുക്ക് മറിച്ചിട്ട് നോക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം. സെയിം മീൻ ഫ്രൈ ചെയ്യണ പോലെ തന്നെ. ഇപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് ഇനി നമുക്കിത് അടുപ്പൊന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. ആദ്യം ഒരു ബൗളിൽ അരിപ്പൊടി ഇട്ടു. ഈ അരിപ്പൊടി നല്ല നൈസല്ല, എന്നാൽ തരി അധികം പാടില്ല. അങ്ങനെ ഒരു പരുവത്തിലാണ് പൊടിക്കേണ്ടത്. അതൊരു പാത്രത്തിലിട്ടു. ഇനി നമുക്കത് ആട്ട പോലെ വെക്കാം.
ഇത്തിരി ലൂസായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ പത്തിരി ഉണ്ടാക്കണ പരുവല്ല. ഇത് നന്നായി കുഴച്ച് പരുവപ്പെടുത്തണം. നമ്മുടെ പൊറോട്ട ഒക്കെ ഉണ്ടാക്കണ പോലെ നന്നായി കുഴക്കണം. കുഴച്ച് എത്ര കുഴക്കണോ അത്രത്തോളം അതിൻ്റെ റെഡിയാവും, അത് നന്നായി ഉണ്ടാവും. ഈ കുഴക്കൽ മാത്രമാണ് ഇതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ്. ഈ പരുവത്തിലാവണം മാവ്. അതായത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ മാവ് ആക്കില്ലേ, അതേ ഒരു പരുവത്തിൽ ലൂസായിട്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ചപ്പാത്തി ആയിട്ട് പരത്താം നമുക്ക് നോക്കാം. ഇത് ചട്ടിയിൽ എങ്ങനെ പരത്താമെന്ന് നോക്കാം. അതായത് ഇതിൻ്റെ പേര് തന്നെ അരി ചപ്പാത്തി എന്നാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല ചൂടായ കല്ലിൽ കുറച്ചിത് ഒഴിക്കുക. ഇത്തിരി വെള്ളം എടുത്തിട്ട് ഇതേപോലെ പരത്തണം. ഇതേപോലെ ആവണം. ചപ്പാത്തി അരി ചപ്പാത്തി റെഡിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ചിക്കൻ തവ ഫ്രൈയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. ഇതിന് നമ്മൾ എടുത്തിരിക്കണം എന്താ, അരമുറി തേങ്ങ കഷ്ണം വെട്ടി വെച്ചിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് അരയ്ക്കാനാണ്, വേണമെങ്കിൽ ചെറിയിട്ടും വെക്കാം. ഒരു അല്ലി വെളുത്തുള്ളി, ഒരു അര സവാള, മല്ലിയില, 2 പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം, ഒരു നുള്ളി ജീരകം, പിന്നെ അര ചെറുനാരങ്ങയുടെ നീരും. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിലാണ് അരച്ചെടുക്കണത്. കൂടുതൽ വെള്ളമായാൽ നന്നാവില്ല. ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് നന്നായി മനസ്സിലാവാൻ വേണ്ടി ഈ വീഡിയോ നല്ല ഡീറ്റെയിൽഡാണ് ചെയ്തിരിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.